ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോപ്ലെറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വാട്സപ്പ് ബിസിനസ് API പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോപ്ലെറ്റിൻ്റെ വാട്സപ്പ് ബിസിനസ് APIനെ കുറിച്ചാണ്. അപ്പോൾ വാട്സപ്പ് ബിസിനസ് APIൻ്റെ ഇൻ്റർഫേസിൽ എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ URL എൻ്റർ ചെയ്യേണ്ട സെക്ഷനിൽ ജസ്റ്റ് app.alertpanel.com എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ലോഗിൻ ഇൻ്റർഫേസ് കാണാം ഇതുപോലെ. അപ്പോൾ ലോഗിനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ അഡ്രസ്സും അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ പാസ്വേഡും എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഒരു ഇൻ്റർഫേസ് നമുക്ക് വരുന്നുണ്ടാവുക. ഇനി നമ്മുടെ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ അക്കൗണ്ട് സെറ്റപ്പും ഇൻ്റഗ്രേഷനും ലോഗൗട്ടും ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക. ഇവിടെ അക്കൗണ്ട് സെറ്റിങ്സിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ ഇവിടെ ലോഗോ, കമ്പനിയുടെ പേര്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, അതുപോലെയുള്ള റോൾ, അതുപോലെ തന്നെ റീജിയൻ സെറ്റിങ്സ്, തീം സെറ്റിങ്സ്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, യൂസേജ് ഡീറ്റെയിൽസ്, സെക്യൂരിറ്റി സെറ്റിങ്സ്, നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്, പാസ്വേഡ് സെറ്റിങ്സ് ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്കുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്കിവിടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് റിസീവ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഓവർവ്യൂ എന്നുള്ള സെഷനാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ ഓവർവ്യൂ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ നമുക്ക് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ ബിൽഡ് കോൺവെർസേഷൻ ഫ്ലോ ബിൽഡ് ചെയ്യാൻ, ട്രെയിൻ ദ ബോട്ട്, ഡിപ്ലോയ് ദ ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ ഏതെങ്കിലും ടാസ്ക് നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട് പറഞ്ഞു വെച്ചാൽ ആ ടാസ്ക് നമുക്ക് ഇവിടെ ക്രോസ് ചെയ്ത് കിടക്കില്ല കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഡിപ്ലോയ് ദ ബോട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ നമുക്ക് ബോട്ട് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പോൾ കറൻ്റ്ലി വാട്സപ്പ് അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്നുണ്ടോ വെച്ചാൽ നമ്മുടെ ബോട്ടിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. തൊട്ട് താഴെ ലൈവ് ചാറ്റ് കോൺഫിഗറേഷനും അനലിറ്റിക്സും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഓൺലൈൻ ഓഫ്ലൈൻ ബട്ടൺ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ബട്ടൻ്റെ ഉപയോഗം എന്താണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ ഏജൻറ്റ് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് കസ്റ്റമറിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ന്യൂ ആക്റ്റീവ് അൺഅസൈൻഡ് മെസ്സേജസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെസ്സേജസും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫിൽട്ടർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് പോയി കണ്ടോളൂ. അതുപോലെ തന്നെ അടുത്തത് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ബ്രോഡ്കാസ്റ്റിൽ ആദ്യം ബ്രോഡ്കാസ്റ്റ് ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്. ഈ ഹിസ്റ്ററിയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ക്യാമ്പയിൻസിൽ എത്ര ടാർഗറ്റഡ് യൂസേഴ്സിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്, എത്രണ്ണം സബ്മിറ്റ് ആയിട്ടുണ്ട്, എത്രണ്ണം ഫെയിൽഡ് ആയിട്ടുണ്ട്, എത്രണ്ണം സെൻഡ് ആയിട്ടുണ്ട്, എത്രണ്ണം ഡെലിവർ ആയിട്ടുണ്ട്, അതിൽ എത്രണ്ണം റീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണമെന്നുണ്ട് വെച്ചാൽ ഈ ഒരു തിങ്ങിനെ നമുക്ക് കോപ്പിയോ എക്സ്പോർട്ടോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് റീടാർഗറ്റ് ചെയ്യണമെങ്കിൽ റീടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ മെസ്സേജ് ടെംപ്ലേറ്റ്സ് നമുക്ക് അപ്രൂവൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്രൂവൽ എടുത്തിട്ടുള്ളതാണ്, കുറേയൊക്കെ ഡിസേബിൾ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അപ്രൂവൽ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. ദെൻ സ്കെഡ്യൂൾ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും മെസ്സേജ് സ്കെഡ്യൂൾ ചെയ്യണമെങ്കിൽ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡ്രാഫ്റ്റ് ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, ക്യാമ്പയിൻസ് ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പോർട്ട് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിൻ്റെ ഹിസ്റ്ററിയാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഹെൽപ്പ് ഓപ്ഷനും ഉണ്ട്. അടുത്തതായിട്ട് യൂസേഴ്സ് എന്നുള്ള ഓപ്ഷനാണ്. യൂസേഴ്സിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ കോൺടാക്റ്റ് ഇൻഫർമേഷനാണ് നമുക്കുള്ളത്. നമ്മൾ ക്യാമ്പയിൻ ചെയ്യാനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള കോൺടാക്റ്റ് ലിസ്റ്റുകളാണ് നമുക്കുള്ളത്. ഇതൊക്കെ സേവ്ഡ് ലിസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ലിസ്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് പറഞ്ഞു വെച്ചാൽ ആ എക്സ്പോർട്ട് ഹിസ്റ്ററി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ ആദ്യം തന്നെ നമുക്കിവിടെ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റൺ ബ്രോഡ്കാസ്റ്റ്, ഇത് ഈ ഒരു ഡാറ്റ വെച്ച് നമുക്ക് ബ്രോഡ്കാസ്റ്റ് റൺ ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഇമ്പോർട്ട് ഹിസ്റ്ററി, നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇമ്പോർട്ട് ലിസ്റ്റ്, പുതിയ ലിസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ദെൻ യൂസേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ വന്നിട്ടുള്ള യൂസേഴ്സിൻ്റെ ലിസ്റ്റാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ സെഗ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് യൂസേഴ്സിനെ സെഗ്മെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എക്സ്പോർട്ട് ഹിസ്റ്ററി ഉണ്ട്, ഈ ഒരു യൂസേഴ്സിനെ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ അനലിറ്റിക്സ് ആണ്. അനലിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ടൂളുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ ബോട്ട് എൻഗേജ്മെൻറ്റ്സ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും. ന്യൂ യൂസർ വേഴ്സസ് ആക്റ്റീവ് യൂസേഴ്സിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. ബട്ടൻ്റെ ആക്ഷൻസും അതേപോലെ തന്നെ മോസ്റ്റ് ഫ്രീക്വൻറ്റ് മെസ്സേജസ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ബോട്ട് റെസ്പോൺസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ബോട്ട് ഇൻട്രാക്ഷൻസും അതേപോലെ തന്നെ ടോട്ടൽ ക്വസ്റ്റ്യൻ ആസ്ക്ഡും അതുപോലെ തന്നെ ടോട്ടൽ ക്വസ്റ്റ്യൻ ആൻസേർഡും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. യൂസർ റീറ്റെൻഷൻ അനാലിസിസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലൈവ് ചാറ്റ് സമ്മറീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് റിക്വസ്റ്റുകളും ഒക്കെ നമുക്കിവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏജൻറ്റ് പെർഫോമൻസ് നമുക്ക് ഇവിടെ മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും.
അതേപോലെ തന്നെ കോൺവെർസേഷൻ ഓവർവ്യൂസ് നമുക്കിവിടെ നോക്കാം. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് റിപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ദെൻ ബിൽഡർ എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോട്ട് ബിൽഡ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ കറൻ്റ്ലി നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബോട്ട് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ ബോട്ടിനെ ട്രെയിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ഓവർവ്യൂ FAQ ഉണ്ട്. FAQയിൽ നമ്മളിവിടെ ബൈ മാത്രമാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹൗ ക്യാൻ ഐ ബൈ യുവർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് അവിടെ വന്നു. അപ്പോൾ ഈ ബൈ എന്ന് പറഞ്ഞിട്ട് ആ കീവേഡ് കസ്റ്റമർ അയച്ചിട്ടുള്ള കോൺവെർസേഷനിൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ട്രിഗർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ എൻറ്റിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെസ്പോൺസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇതിൽ പൊക്കഞ്ഞു പറഞ്ഞു വെച്ചാൽ കസ്റ്റമർ എങ്ങനെയൊക്കെയാണ് നമുക്ക് റെസ്പോൺസ് തരുന്നത്. ഇത്ര മെസ്സേജുകൾ കസ്റ്റമർ അയച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മൾക്ക് അതിന് വേണ്ട പ്രോപ്പർ റിപ്ലൈസ് നമുക്ക് കൊടുക്കാനായിട്ട് ബോട്ടിന് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹായ് മെസ്സേജ് അയച്ചു. ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞു വെച്ചാൽ ഇതിന് എവിടേക്കാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ട്രെയിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഇവിടെ ഹായ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കീവേഡ് റിഫ്ലക്റ്റ് ആവുകയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രിഗർ ഏതാണോ ആ ട്രിഗറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ചെയ്യും. മിനിമം റെസ്പോൺസ് ത്രെഷോൾഡ് സ്കോറൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തൊരു ടീം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ടീമിൽ നമ്മളിപ്പോൾ കറൻ്റ് അവരൊരു യൂസറിനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു യൂസർ മാത്രമേ ഉള്ളൂ. പുതിയതായിട്ട് ഒരു യൂസറിനും കൂടെ ഒരാൾക്കും കൂടെ അവരുടെ സിസ്റ്റത്തിൽ ഈ ഒരു ബോട്ട് തന്നെ ബാക്ക് എൻഡ് യൂസ് ചെയ്യണമെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ അഡീഷണൽ ആയിട്ടുള്ള യൂസർ എടുക്കണം. അടുത്തത് കോൺഫിഗറേഷനാണ്. കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞാൽ ബോട്ട് കോൺഫിഗറേഷൻ, ബോട്ട് ഡീറ്റെയിൽസ്, വെബ് ഡിസ്പ്ലേസ്, ലൈവ് ചാറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ്, ലാംഗ്വേജസ്, അഡ്വാൻസ്, ഡിപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻറ്റഗ്രേഷൻസ് ഒക്കെ നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇൻറ്റഗ്രേഷൻ പാർട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാട്സപ്പ് ബിസിനസ് APIയും ബോട്ടും നിങ്ങളുടെ ബിസിനസ്സിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.